ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് ചൂടായി പൊട്ടി വന്ന ശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ തന്നെ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജീരകം ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തതാണിത്. അതും കൂടെ നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഇട്ട പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് വാടി വരണം. ആ ഒരു സമയം വരെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കളറ് മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതിയാവും. സവാള വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് വേണം. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞു വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു 3 ഉരുളക്കിഴങ്ങുണ്ട്. അതും ക്യൂബ്സ് ആയിട്ട് ഇതേപോലെ മുറിച്ച് വെച്ചതാണ്. അതും കൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഏകദേശം ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കേണ്ട കാര്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിട്ടിരിക്കുന്ന ഈ പൊടിയൊക്കെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4 മിനിറ്റ് ഞാനിവിടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ട് കഷ്ണത്തിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്ന ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്നതിന് ശേഷം വീണ്ടും ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഓരോ കഷ്ണങ്ങൾ എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വേവ് മനസ്സിലാവും. ഇനി വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ എക്സ്ട്രാ വേവിച്ചെടുക്കുക. എനിക്കിപ്പോൾ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് മതിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഗരം മസാല ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുളക് പൊടി വേണം. ഇതിന് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് ചതച്ച മുളകാണ്. ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എണ്ണയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് വീണ്ടും തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടികളുടെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.